നമ്മുടെ ഐതിഹ്യമാലയിൽ തന്നെ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് കണ്ടപ്പോ ചാലിൽ കെട്ടിത്താഴ്ത്താനാണ് പറഞ്ഞത്. ഈ ബുദ്ധിയില്ലാത്തവനെ രാജാവായിട്ട് ആ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനല്ല രാജാവ് പറഞ്ഞത്. ഇന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ ഹൂറിമാരെ തേടിയോ മറ്റുള്ള രീതിയിലോ അല്ല, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് അത് ആർക്കും അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഈ ധർമ്മശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട്. ആ അപജയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത്, ഏറ്റവും ശക്തമായി പോരാടിയത് ഈ സമാജത്തിലെ തന്നെ ആചാര്യന്മാരാണ്, നേതാക്കന്മാരാണ്. ഏറ്റവും മോശപ്പെട്ട കാലത്ത് പോലും ബാഹ്യമായ പാശ്ചാത്യമായ സെമറ്റിക് മതങ്ങൾ ചെയ്തിരുന്നത് പോലെ മനുഷ്യനെ കൃത്യമായി അടിമയാക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഭാരതീയ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നിട്ടേ. ഹിന്ദു സമൂഹം ഒന്നിക്കുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴും പിന്തിരിപ്പിക്കുന്നത് ഇപ്പം ഒരു ജാതി വ്യവസ്ഥ എന്നൊക്കെ വിളിക്കുന്നത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ജാതി വ്യവസ്ഥ അത്ര വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന്. ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരിക്കാം, എന്നാലും കേരളത്തിലെ സമൂഹത്തിൽ അത്രയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷെ അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ജാതിപരമായി നമ്മളെ എന്താ പറയാ ഭിന്നിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ അതിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അത്രയും ഫലപ്രദമായി? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതായത് ജാതിയെ നമുക്ക് മറികടന്നു എന്ന് ചിലപ്പോൾ ബാഹ്യമായിട്ട് കരുതുന്നുണ്ടാവും. പക്ഷെ ജാതീയമായ അപകർഷത, ജാതീയമായ ഉത്കർഷതാബോധം, ഇത് രണ്ടും ഇന്നും ഭാരതത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട്. ഉള്ളിൽ നിന്ന് ജാതി പോയിട്ടില്ല. ആ ഉള്ളിൽ നിന്ന് ജാതി പോയാൽ മാത്രമാണ് അതിലൊരു വ്യത്യാസം വരും. അപ്പൊ അത് ജാതീയമായിട്ട് അപകർഷത അനുഭവിക്കുന്നവര് ഏതൊക്കെ തലങ്ങളിലാണെങ്കിലും ഇന്നും ആ അപകർഷത ഒരു കോണിൽ നിന്നോ രണ്ട് കോണിൽ നിന്നോ എങ്കിലും നേരിടേണ്ടി വരുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ വളരെ ശേഷിയും പ്രതിഭയുമുള്ള ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തിപ്പെട്ടാൽ പോലും അദ്ദേഹം പഴയ കാലത്ത് ഈ ഒരു അപകർഷത അനുഭവിക്കുന്ന ജാതീയമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഒന്നോ രണ്ടോ കോണുകളിൽ നിന്നെങ്കിലും അത് സംബന്ധിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. അത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നേരിടേണ്ടി വരുന്നില്ല. അത് ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളില് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അത് ഒരു സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ചിന്തയ്ക്കും വിചാരത്തിനുമൊക്കെ വലിയ പ്രാധാന്യം ഇപ്പോഴും നൽകി പോരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജാതീയമായിട്ടുള്ള ഒരു വേരുകള് പറിച്ചു മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പറിച്ചു മാറ്റിയാൽ മാത്രമേ. ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം ജാതിയെയും വർണ്ണത്തെയും അധിനിവേശ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഈ ജാതിയെയും വർണ്ണത്തെയും കൂട്ടിക്കുഴച്ചു എന്നുള്ളതാണ്. വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ്. ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും ജാതി കൊണ്ട് നിർണയിക്കുന്ന ഒന്നല്ല വർണ്ണം. അത് കൂട്ടിക്കുഴയ്ക്കുകയും ആ ജാതി പല ജാതികളും ഞങ്ങൾ ഇന്ന വർണ്ണമാണ് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ വർണ്ണത്തിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുക. അത് ഇപ്പോഴും ഈ സമൂഹത്തിൽ സാംസ്കാരികപരമായിട്ട് നിലവിലുണ്ട്. നമുക്ക് നിയമപരമായിട്ടോ ബാഹ്യമായിട്ടോ ഇല്ല എന്ന് പറയാം, പക്ഷെ സാംസ്കാരികപരമായിട്ട് നിലവിലുണ്ട്. അത് പൂർണ്ണമായിട്ടും പിഴുതു മാറ്റിയാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മളിപ്പോ ഭാരതത്തിലെ സംസ്കൃതിയിൽ ഉണ്ടായ ഒരു അപജയത്തിന് ജാതി എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അപജയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത്, ഏറ്റവും ശക്തമായി പോരാടിയത് ഈ സമാജത്തിലെ തന്നെ ആചാര്യന്മാരാണ്, നേതാക്കന്മാരാണ്. ഏറ്റവും മോശപ്പെട്ട കാലത്ത് പോലും ബാഹ്യമായ പാശ്ചാത്യമായ സെമറ്റിക് മതങ്ങൾ ചെയ്തിരുന്നത് പോലെ മനുഷ്യനെ കൃത്യമായി അടിമയാക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഭാരതീയ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല. ഇപ്പോ പാശ്ചാത്യ സംസ്കാരത്തിലാണെങ്കിലും പേർഷ്യൻ സംസ്കാരത്തിലാണെങ്കിലും ഒക്കെ അറബ് ലോകത്തും യൂറോപ്പിലും ഒക്കെ മനുഷ്യരെ വേട്ടയാടി പിടിച്ച് ചങ്ങലക്കിട്ട് അടിമകളായി അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് പീഡിപ്പിച്ച്
ആ ഒരു തരത്തിലാണ് നടന്നിരുന്നത്. ഇന്നും അത്തരം സ്ഥലങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ, വംശത്തിന്റെ മതത്തിന്റെ ഒക്കെ പേരിലുള്ള വിവേചനങ്ങള്, മാറ്റി നിർത്തലുകള്, പീഡനങ്ങള് അതിഭീകരമാണ്. ആ ഒരു അവസ്ഥയൊന്നും ഒരു കാലത്തും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്നും ഭാരതത്തിലില്ല. തീർച്ചയായും അതിൽ ഒരു പരിധി വരെ ഈ ജാതി ചോദിച്ചുകൊണ്ട് സർക്കാർ തന്നെയല്ലേ ജാതികൾ ഇവിടെ നിലനിർത്തുന്നത്. കാരണം നമ്മളിപ്പോൾ പല സംവരണങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ജാതിയെ ഒരു 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 ഭാഗമാക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ തന്നെയല്ലേ ജാതി ചോദിച്ചുകൊണ്ട് അതവിടെ നിലനിർത്തുന്നത്. അത് ചോദിക്കാതെ ആയാൽ സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ ജാതി ഇല്ലാതാവേണ്ടതല്ലേ? അല്ല, സാമൂഹികമായി ഒരു കാലത്ത് ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന സമുദായത്തിന്റെ പേരാണ് പുലയർ എന്നുള്ളത്. തിരുവിതാംകൂർ ഭാഗം ഭരിച്ചിരുന്നത് പുലയനാർ കോട്ട, കോതറാണി ആയിരുന്നു. മുകുന്ദപുരം, കൊച്ചി വരുന്ന ആ മുകുന്ദപുരം ഭരിച്ചിരുന്നത് മുകുന്ദപുരം പുലയ രാജാവായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു ഭരണഘടനയുടെ ഷെഡ്യൂളുകളിൽ പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ക്രിയയ്ക്ക്. പറയ സമുദായം, ആചാര്യസ്ഥാനത്തിരുന്നിരുന്ന സമുദായം പറയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. മലയരയന്മാരുടെ സമുദായം ക്രിയയിൽ വളരെ പ്രാധാന്യമുള്ള, അറിവിന്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള സമുദായമായിരുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ ശക്തിയുടെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ മാറ്റം കൊണ്ട് തോൽപ്പിക്കപ്പെട്ടവര് രാജ്യത്തിന്റെ അരികുകളിലേക്ക് നീങ്ങിപ്പോവുകയും അവർ ചെറിയ രീതിയിലുള്ള തൊഴിലുകൾ, കൃഷി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയും അത് പിൽക്കാലത്ത് അവർ മറ്റൊരു തരത്തിലുള്ള അധികാരവും ശക്തിയും ആർജിക്കുന്നത് വരെ അതങ്ങനെ തുടരുകയും ഒക്കെയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ ആത്യന്തികമായിട്ട് ഇന്നത്തെ തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം വരുന്ന കാലത്ത് ഇവിടെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ വലിയ രീതിയിൽ സമൂഹത്തിൽ ഉണ്ടായി. ആ ഉച്ചനീചത്വങ്ങൾക്ക് ഒരു പരിഹാരം, അതായത് അത് അലോപ്പതി മരുന്ന് പോലെയാണ്. ഇത് രോഗകാരണത്തെ നിർമൂലനം ചെയ്യലല്ല, രോഗലക്ഷണത്തെ താൽക്കാലികമായിട്ടുള്ള ശമിപ്പിക്കലാണ്. ആ ഒരു പരിഹാരം സാമാജികമായിട്ടുള്ള ചില പദവികളിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സംവരണം പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ആ ശാക്തീകരണം പൂർത്തിയാകാത്തിടത്തോളം ഒരു സമാജത്തിന്റെ വ്യവസ്ഥ എന്നുള്ള നിലയിൽ അത് ആവശ്യമാണ്. ഇന്നും അത് പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അത് ചോദിക്കേണ്ടത്, ചോദിക്കാതെ അത് അറിയാൻ കഴിയില്ല. അതൊരു നമ്മൾ ചിലപ്പോ ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കഴിക്കേണ്ടി വരും. അപ്പൊ ഒരു അനിവാര്യമായിട്ടുള്ള ചില കയ്പുകളായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം അസാധ്യമായിരിക്കുന്ന ഒരു കാലത്തോളം താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാന പ്രക്രിയയായിട്ടൊരു ശമന ഉപാധിയായിട്ട് അതിനെ കാണേണ്ടി വരും. പക്ഷെ അത് ബാഹ്യമായിട്ട് ഇപ്പൊ പലപ്പോഴും പറയാറുള്ളതാണ്, മറ്റൊരാൾ എന്നെ വഴിതെറ്റിച്ചു. മറ്റൊരാൾക്ക് ഒരിക്കലും എന്നെ വഴിതെറ്റിക്കാൻ പറ്റില്ല. വഴി തെറ്റണമെങ്കിൽ ഞാൻ തന്നെ വഴിതെറ്റിക്കണം. അതുകൊണ്ട് സർക്കാർ എന്ത് പറഞ്ഞാലും മറ്റുള്ള സംവിധാനം എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തയെ, ആ ഒരു അവസ്ഥയെ മാറ്റിത്തീർക്കാൻ കഴിഞ്ഞാൽ സമാജത്തിൽ വലിയ മാറ്റം വരും. അതൊരു പക്ഷേ പലരും പറയുന്നത് പോലെ അതൊരു സാമ്പത്തികമായ അടിസ്ഥാനത്തിലോ മറ്റോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവില്ലേ, കുറച്ചുകൂടി നന്നാവില്ലേ എന്നോ, അല്ലെങ്കിൽ തന്നെ ഇത് തിരിച്ചു ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോ മുന്നോക്കത്തിലുള്ളവരെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് ഇതേ സാമ്പത്തികമായിട്ടൊക്കെ പുറകോട്ട് നിൽക്കുന്നവരെ അതേ രീതിയിൽ തന്നെ നിർത്തുകയോ അവർക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ പുറകോട്ട് കൊണ്ടുവരികയോ ചെയ്യുന്നുണ്ട്. രണ്ടും സംഭവിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി എന്താ പറയാ, നമുക്ക് പ്രാവർത്തികമായ രീതി ഒരുപക്ഷെ സാമ്പത്തിക സംവരണത്തിലേക്ക് പോകുന്നതായിരിക്കില്ലേ? ഞാൻ രണ്ട് പ്രശ്നമാണ്, രണ്ടും രണ്ട് പരിഹാരം ആവശ്യപ്പെടുന്നതാണ്. സാമ്പത്തികമായ ദുർബലത വേറൊരു വിഷയമാണ്, സാമൂഹികമായ ദുർബലത വേറൊരു വിഷയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായി ഇന്ന് ദുർബലമായി കാണുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് എത്ര പ്രതിഭയുള്ള ഒരാളായിക്കോട്ടെ, എത്ര ശക്തിയുള്ള ഒരാളായിക്കോട്ടെ, ഒരു പദവിയിൽ വന്നാൽ അദ്ദേഹം ആ സമാജത്തിന്റെ ആനുകൂല്യങ്ങൾക്കോടുകൂടി പറ്റി വന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന സമുദായത്തിൽപ്പെട്ട ആളല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിവേചന ബുദ്ധി ഇന്നും ഒന്നോ രണ്ടോ കോണുകളിൽ നിന്നായിരിക്കാം, പക്ഷെ നിലവിലുണ്ട്. ആ നിലവിലുള്ളിടത്തോളം അവിടെ പരിഹാരം സാമ്പത്തികം മാത്രമല്ല.
അതേസമയം സാമ്പത്തികമായിട്ട് ഇപ്പോ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ ജാതീയതയെ കുറിച്ചിട്ടുള്ള ചർച്ച തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സംസ്കാരത്തിനെതിരെ നിൽക്കുന്ന ആളുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാരതത്തിന്റെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും സെമറ്റിക് മതങ്ങളോ പാശ്ചാത്യ അറബ് സംസ്കാരങ്ങളോ കാണിച്ചിരുന്നത് പോലുള്ള ഒരു മാനക വിരുദ്ധത ഇന്നും അവിടെ തുടരുന്ന മാനവ വിരുദ്ധത ഭാരതീയ സംസ്കൃതിയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം അതാണ്. കാരണം ഇവിടെ ജാതീയമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അത് മറ്റ് മതങ്ങൾ മറ്റ് സംസ്കൃതികൾ ചെയ്തിരുന്ന അത്ര അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്റെ വിഷയമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് പോലെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരതീയ സംസ്കൃതി വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ അതിൽ സാമുദായികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ദുർബലത അനുഭവപ്പെടുന്നവർക്ക് സാമൂഹികമായിട്ടുള്ള പരിഹാരവും സാമ്പത്തികമായി ദുർബലത അനുഭവപ്പെടുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പരിഹാരവും ഉണ്ടാവണം. ഈ സാമ്പത്തികമായ ഒരു പരിഹാരം നമുക്ക് ബാഹ്യമായ ചില കാര്യങ്ങളിലൂടെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സാമൂഹികമായ പരിഹാരം ദീർഘമായിട്ടുള്ള കാലം എടുക്കുന്നതും, കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 വർഷങ്ങളെങ്കിലും നീണ്ട ഒരു സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളുടെ പരിണതിയിലാണ് അവർ നിൽക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയതായി നമുക്കൊരു കാര്യം നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് 2000-ഓ 3000-ഓ ആണ്ടുകൾ നീണ്ടുന്ന പരിവർത്തനം തന്നെ അതിന് വേണ്ടി വരുമോ എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. സാമൂഹികമായിട്ടുള്ള ദുർബലതയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ദുർബലത നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് രണ്ടിനും 2 തരത്തിലുള്ള പരിഹാരങ്ങളാണ് ആവശ്യം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, തീർച്ചയായിട്ടും. അതിൽ തന്നെ ഇപ്പൊ സ്വാമിജി പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ ഉള്ളിൽ പരിവർത്തനത്തിന് ഉണ്ടായ ആൾക്കാർ ഹിന്ദുമതത്തിന്റെ ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ തുടച്ചു മാറ്റുന്നതിന് മുൻനിരയിൽ ഇറങ്ങിയിട്ടുള്ളത് ശാസ്ത്രം പഠിച്ച ആൾക്കാരാണ്. ശാസ്ത്രം പഠിച്ചവരാണ് എല്ലാ കാലത്തും മുമ്പോട്ട് വന്നിട്ടുള്ളത്. മറ്റുള്ളവർ വന്ന് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉള്ളിൽ നിന്ന് തന്നെ കറക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് എൻ്റെ അടുത്ത ചോദ്യം വരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിനുള്ള അതിന്റെ ഒരു ആവശ്യകത, അതുപോലെ നമ്മുടെ ഗവർണർ ഈ അടുത്ത് പറയുന്നുണ്ടായി കുട്ടികളും ഇതേപോലെ സ്കൂളുകളിൽ ശാസ്ത്രം പഠിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട്? വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഭാരതത്തിലെ ജനതയ്ക്ക് നമ്മൾ പഴയ അതിപുരാതനമായിട്ടുള്ള ഒരു കാലത്തെ പരിശോധിച്ചാൽ, അതായത് ഈ അധിനിവേശങ്ങളുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ മാറ്റി നിർത്തി പരിശോധിച്ചാൽ, അന്നത്തെ കാലത്ത് ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം ഭാരതമായിരുന്നു. അന്നത്തെ അറിവുകളുടെ കാര്യത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിന്ന ഭൂപ്രദേശം ഭാരതമായിരുന്നു. അന്നത്തെ രീതിയിൽ ഏറ്റവും വികസിതമായിട്ടുള്ള ഭൂപ്രദേശം ഭാരതമായിരുന്നു. നമ്മൾ ത്യാഗത്തിന്റെ സന്യാസത്തിന്റെ നാടാണ് ഭാരതം എന്നൊക്കെ പറയുമ്പോഴും എല്ലാം നേടിയിട്ടാണ് അതിന്റെ ക്ഷണികത തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ അടുത്തതിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അതെങ്ങനെ നേട്ടം ഉണ്ടായി? ആ നേട്ടം ഉണ്ടായത് പ്രകൃതിയിലെ വിശ്വത്തിലെ എനർജികളെ, ശക്തികളെ, ഓരോ പ്രവർത്തനവും എങ്ങനെ നടക്കുന്നു എന്ന് പറയുന്ന എനർജികളെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഗ്രഹമൂർത്തികളായി ഉപയോഗിക്കാനുള്ള ഒരു സങ്കേതം ഇവിടുത്തെ ഋഷിമാര് വികസിപ്പിച്ചെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് നമ്മുടെ ശാസ്ത്രാധ്യയനം അല്ലെങ്കിൽ നമ്മുടെ ധർമാധ്യയനം എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ജാതിമത ഭേദമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ സനാതന ധർമ്മിയായി ജീവിക്കാം. കാരണം അവര് നമ്മൾ പല ഗുരുപരമ്പരകളെ ആശ്രയിക്കുന്നത് പോലെ അവർ മുഹമ്മദ് എന്ന ഗുരുവിനെയോ ക്രിസ്തു എന്ന ഗുരുവിനെയോ ആശ്രയിക്കുന്നു, ആ പന്ഥാവിൽ നടക്കുന്നു എന്നുള്ളത്. പക്ഷെ ധർമാനുസാരിയായി ജീവിക്കണം. ഇന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ ഹൂറിമാരെ തേടിയോ മറ്റുള്ള രീതിയിലോ അല്ല, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് അത് ആർക്കും അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഈ ധർമ്മശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ അത് അവനവന്റെ ഏറ്റവും വലിയ ഔന്നത്യത്തെ പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോ കുട്ടിയെയും വഴിപിടിച്ച് കൈപിടിച്ച് നടത്തേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതിനാരായി വേണ്ടാന്ന് പറയുക? അതിന് ഏറ്റവും വലുത് അവനിൽ സർഗാത്മകമായ ചിന്തയുണ്ടാകുക, അവന്റെ ശരീരത്തെയും ബുദ്ധിയെയും ഏറ്റവും പ്രചോദിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരിക. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും. പുലർച്ചെ എണീക്കണം, കുളിക്കണം, ഭൂമിയെ വന്ദിക്കണം,
അങ്ങനെ തുടങ്ങി ഭക്ഷണം കഴിക്കണതിന് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനവനെ ഏറ്റവും ശുദ്ധമാക്കാനാണ്, അവനവനിൽ ഏറ്റവും തെളിച്ചം ഉണ്ടാക്കാനാണ്, ഏറ്റവും മുന്നോട്ട് പോകാനാണ്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മതത്തിൽപ്പെട്ട കുട്ടികളെ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളെയും സനാതന ധർമാനുസാരിയായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക. തീർച്ചയായിട്ടും. അതൊരു ഡബിൾ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത് പഠിച്ചു വരുന്നവര് ഒരു പക്ഷേ പറയും വളരെ സ്വാത്വികരായി പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജിയൊക്കെ പറയുന്നത് പോലെ അഹിംസാവാദികളായി നമ്മൾ എന്തിനേയും ഈ പറഞ്ഞ പോലെ സഹിക്കുന്ന ഒരു ജനതയായി മാറുന്നതിന് പകരം പോരാടുന്ന ഒരു ജനതയായി മാറ്റുന്നില്ല എന്ന് ചിലര് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലുള്ളതൊക്കെ പഠിച്ചു വരുന്നവര് കുറച്ച് ആ ഒരു എന്താ പറയുക എല്ലാം സഹിക്കാൻ തയ്യാറാവുന്നവരേക്കാളും ആവുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ഇപ്പൊ ശ്രീരാമൻ സത്യാഗ്രഹം അല്ല ശ്രീലങ്കയിൽ പോയിട്ട് ചെയ്തത്. അദ്ദേഹം ധർമ്മത്തിനെതിരെ നിൽക്കുന്നവരോട് അതിനെ പോരാടാനായിട്ടും ഇന്നത്തെ നിയമവ്യവസ്ഥിതിക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും ആയിട്ടും നമ്മൾ പ്രാപ്തരാവേണ്ടതല്ലേ. അപ്പൊ ഈ ശാസ്ത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു കുറ്റം പറയുന്നവരോട് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഒരു ഉത്തരവുണ്ട്. ശാസ്ത്രം പഠിക്കാത്ത ആളായിരുന്നില്ലല്ലോ ശ്രീരാമൻ. ഇനി ഭഗവത്ഗീത മുഴുവൻ കേട്ട അർജുനൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കാനായിട്ടും എന്താണോ അതിൽ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അതായത് ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ധർമ്മം അവനവന്റെ വ്യക്തി ജീവിതത്തിൽ, അവൻ നിൽക്കുന്ന കുടുംബ ജീവിതത്തിൽ, അവൻ നിൽക്കുന്ന സമാജത്തിൽ, അവൻ നിൽക്കുന്ന ദേശത്തിൽ ആ ധാർമ്മികമായൊരു വ്യവസ്ഥ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഈ മുറിവൈദ്യന്മാരാണ് ഈ കുഴപ്പമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോവുകയോ ചെയ്യുക. ശാസ്ത്രം ശ്രദ്ധയോടുകൂടി കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് അവനവന്റെ ഒരു ജീവിത സാഹചര്യത്തിലും ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള സന്ദേഹം ഉണ്ടാവില്ല. അതിന് എല്ലാ ആചാര്യന്മാരും എല്ലാ ദേവതകളും എല്ലാ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനത് ഡബിൾ സർട്ടിഫിക്കറ്റ് ആണ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശിവജി അടക്കം സനാതന ധർമാനുസാരിയായിട്ട് ജീവിച്ച മഹാരാജാവായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ ഹിന്ദു ഹൃദയ സാമ്രാട്ടായിട്ടുള്ള ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും വലിയ പണ്ഡിതരായിരുന്നു. നമ്മുടെ ഐതിഹ്യമാലയിൽ തന്നെ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് കണ്ടപ്പോ ചാലിൽ കെട്ടിത്താഴ്ത്താനാണ് പറഞ്ഞത്. ഈ ബുദ്ധിയില്ലാത്തവനെ രാജാവായിട്ട് ആ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനല്ല രാജാവ് പറഞ്ഞത്, ആ ചാലിൽ കെട്ടിത്താഴ്ത്താൻ. അങ്ങനെ 7 ദിവസം ചാലിൽ കെട്ടിത്താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുടെ ബുദ്ധി തെളിഞ്ഞു എന്നാണ്. ജലപ്രവാഹം കൊണ്ടോ എന്തുകൊണ്ടോ. അപ്പൊ മരിക്കാതിരുന്നപ്പോ വീണ്ടും എണീറ്റു ആളുടെ ബുദ്ധി തെളിഞ്ഞിരുന്നു എന്ന്. പക്ഷെ ആ ബുദ്ധിയില്ലാത്തവനാണ് മകനായിട്ട് ജനിക്കണമെന്നുണ്ടെങ്കിൽ അവനിൽ ഒരിക്കലും രാജാധികാരം എത്തരുത് എന്ന് ചിന്തിച്ചിരുന്ന രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നത്. വിദ്വാന്മാരായിരുന്നു രാജാക്കന്മാരെല്ലാവരും. ഇപ്പോ കേരളത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചി രാജാക്കന്മാര് വിഷവൈദ്യത്തിന്റെ കാര്യത്തിൽ, വൈദ്യത്തിന്റെ കാര്യത്തിൽ, സംസ്കൃതത്തിന്റെ കാര്യത്തിൽ, ജ്ഞാനത്തിന്റെ കാര്യത്തിൽ വലിയ വിദ്വാന്മാരായിരുന്നു. തിരുവിതാംകൂറിലാണെങ്കിൽ സ്വാതി തിരുനാളിനെ പോലുള്ള രാജാക്കന്മാരുടെ കൃതികൾ ഇപ്പോഴും നമ്മൾ അറിയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ രാജാക്കന്മാര് അവരൊക്കെ വലിയ രീതിയിലുള്ള അറിവിന്റെ മേഖലകൾ വ്യാപരിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ ശാസ്ത്രം പഠിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അവരെങ്ങനെയാണ് രാജ്യത്തെ പരിപാലിച്ചിരുന്നത്, അവരെങ്ങനെയാണ് അധർമ്മികളെ അമർച്ച ചെയ്തത്, അതെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ധർമ്മം അനുസരിച്ച് ജീവിച്ചാൽ, ധർമ്മം പഠിച്ചാൽ ഒരിക്കലും അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു നിർവീര്യമാക്കപ്പെടുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സംശയവും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആശയക്കുഴപ്പമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തയിൽ ക്ലാരിറ്റി കൊണ്ടുവരികയാണ് സനാതന ധർമ്മം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. സ്വാമിജി അതിൽ പറഞ്ഞോ പറയാതെയോ എന്നുള്ളൊരു വലിയൊരു രാഷ്ട്രീയ കുടുംബത്തെ അതില് ഉൾക്കൊള്ളിച്ചോന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും അത് പെട്ടെന്ന് കേട്ടപ്പോൾ ബുദ്ധിയുള്ള ഇല്ലാത്ത ഒരാളെ അതിലാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ